ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാറ്റ് ജിപിടിയോട് നിങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ അത് ഏതൊക്കെയാണെന്നാണ്. മിക്കവരും വിചാരിക്കുന്നത് ചാറ്റ് ജിപിടിക്ക് എല്ലാം അറിയാമെന്നാണ്. എന്നാൽ അത് ശരിയല്ല. നിങ്ങൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് മികച്ച റിസൾട്ടാണോ അതോ വെറും ഉപയോഗശൂന്യമായ മറുപടിയാണോ എന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ചാറ്റ് ജിപിടിയോട് നിങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് നിയമവിരുദ്ധമോ ദോഷകരമോ ആയ കാര്യങ്ങൾ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണെങ്കിലും പലരും ഇപ്പോഴും ഇത് പരീക്ഷിക്കാറുണ്ട്. ഒരാളുടെ അക്കൗണ്ട് എങ്ങനെ ഹാക്ക് ചെയ്യാം, സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ തകർക്കാം, അപകടകരമായ എന്തെങ്കിലും എങ്ങനെ നിർമ്മിക്കാം. യാഥാർത്ഥ്യം ഇതാണ്: ചാറ്റ് ജിപിടി നിർമ്മിച്ചിരിക്കുന്നത് കർശനമായ സുരക്ഷാ നിയമങ്ങളോടെയാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് അത് മറുപടി നൽകില്ല, അല്ലെങ്കിൽ വളരെ പരിമിതമായ മറുപടി മാത്രമേ നൽകൂ. ഇത്തരം കാര്യങ്ങൾക്കായി എഐയെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് വെറും സമയനഷ്ടമാണ്. പകരം പുതിയ കഴിവുകൾ പഠിക്കാൻ ഇത് ഉപയോഗിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാര്യം വരുന്നത് വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കരുത്. ഇതൊരു ഗൗരവകരമായ കാര്യമാണ്. ചിലർ വിചാരിക്കുന്നത് ചാറ്റ് ജിപിടി വഴി ആരുടെയും വിവരങ്ങൾ കണ്ടെത്താമെന്നാണ്. ഒരാളുടെ ഫോൺ നമ്പർ തരുമോ, ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ എവിടെ കിട്ടും? സത്യം ഇതാണ്: ചാറ്റ് ജിപിടിക്ക് ആരുടെയും സ്വകാര്യ വിവരങ്ങളിലേക്ക് പ്രവേശനമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പങ്കുവയ്ക്കില്ല. സ്വകാര്യത എന്നത് ഇതിൻ്റെ അടിസ്ഥാന നിയമമാണ്. ഒരു എഐക്ക് ഇത്തരം സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും അപകടമാണ്. മൂന്നാമത്തേത് നോക്കാം. ആരോഗ്യപരമായോ നിയമപരമായോ ഉള്ള തീരുമാനങ്ങൾ. ഇവിടെയാണ് കാര്യങ്ങൾ അപകടത്തിലാകുന്നത്. ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് പകരം ചാറ്റ് ജിപിടിയോട് ചോദിക്കാം എന്ന് നിങ്ങൾ കരുതിയേക്കാം: എനിക്ക് നെഞ്ചുവേദനയുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഏത് മരുന്നാണ് കഴിക്കേണ്ടത്? ഇത് എൻ്റെ നാട്ടിൽ നിയമപരമാണോ? ചാറ്റ് ജിപിടിക്ക് പൊതുവായ വിവരങ്ങൾ നൽകാൻ കഴിയും, എന്നാൽ അത് ഒരു ഡോക്ടറോ വക്കീലോ അല്ല. നിങ്ങളുടെ പൂർണ്ണമായ സാഹചര്യം മനസ്സിലാക്കാനോ നിങ്ങളെ പരിശോധിക്കാനോ അതിന് കഴിയില്ല. ഇതിനെ അന്ധമായി വിശ്വസിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കാം, പക്ഷേ കൃത്യമായ തീരുമാനങ്ങൾക്കായി വിദഗ്ധരെ തന്നെ സമീപിക്കുക. പിന്നെ നാലാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അവ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണിത്. ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു തരൂ, പണത്തെക്കുറിച്ച് പറയൂ, എങ്ങനെ വിജയിക്കാം. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടിയും വളരെ സാധാരണമായ ഒന്നായിരിക്കും. ചോദ്യം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം മികച്ചതായിരിക്കും മറുപടി. എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ത്യയിലെ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് മുതൽ മുടക്കില്ലാതെ ഓൺലൈനായി മാസം 10,000 രൂപ എങ്ങനെ സമ്പാദിക്കാം, ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കിട്ടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ നിലവാരമാണ് മറുപടിയുടെ നിലവാരവും തീരുമാനിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം നോക്കാം. 100% കൃത്യത പ്രതീക്ഷിക്കരുത്. ചാറ്റ് ജിപിടി പറയുന്നത് എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അത് ഒരു മെഷീൻ മാത്രമാണ്. അത് തെറ്റുകൾ വരുത്തിയേക്കാം, പഴയ വിവരങ്ങൾ നൽകിയേക്കാം, തെറ്റായ കാര്യങ്ങൾ പോലും വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞേക്കാം. മനുഷ്യരെ പോലെ എനിക്ക് അറിയില്ല എന്ന് അത് എപ്പോഴും പറയില്ല. അതുകൊണ്ട് പണം, ആരോഗ്യം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചാറ്റ് ജിപിടി നൽകുന്ന വിവരങ്ങൾ എപ്പോഴും പരിശോധിക്കുക. ഇതിനെ ഒരു സഹായിയായി മാത്രം കാണുക. ഇനി ഗൈസ്, നമുക്കൊരു ബോണസ് ടിപ്പായിട്ട് ചാറ്റ് ജിപിടി എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്ന് നോക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ ഐഡിയകൾ കണ്ടെത്താൻ, എഴുത്തുകൾ മെച്ചപ്പെടുത്താൻ, സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ. ഇതൊരു മാന്ത്രിക യന്ത്രമല്ല, മറിച്ച് ബുദ്ധിയുള്ള ഒരു സഹായിയാണ്. ചാറ്റ് ജിപിടി വളരെ കരുത്തുള്ള ഒന്നാണ്, പക്ഷേ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം. ഒരു തുടക്കക്കാരനും പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം അവർ ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. അതുകൊണ്ട് അടുത്ത തവണ ചാറ്റ് ജിപിടി ഉപയോഗിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും ചോദിക്കാതെ ബുദ്ധിപരമായി ചോദിക്കുക. പിന്നെ ഗൈസ്, നിങ്ങൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായ കാര്യം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഗായ്സ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.